ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാന്നായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ. ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കില്ലേ. എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജനം ചിരിച്ചത് മാജിക്കിലാ. അല്ല ആണ്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക, കലക്കി ഞാൻ കൈത്തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിയൂല. ഇരുന്നതിന് ശേഷം കാല് കിട്ടിയാൽ മതി കേട്ടാ. ലോക പ്രശസ്ത മാജിഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത. എടാ, ഈ കീലയിൽ അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ? ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രി കൂടെ നിലവിളിക്കുന്നത്? രാജു വേണ്ട. എന്താ സംഭവം എന്നറിയല്ലോ. വാ, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ. രാജു, തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്? അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ആണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാൽ ഈ ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്ക. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. എവിടെ അവൻ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പഴവനോട് ജീവൻ വെച്ചത്. അമ്മേ, എന്താണ്ടാ? ഒന്നുമില്ല. ചേട്ടൻ പിടിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരികളാ. വാ. സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കാൻ. നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ. നീന്നില്ലേ, ഞാൻ പോവാം. 2 പേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. എടാ കഴിവറട മോനെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീടേതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ, എന്താടാ? പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ. ഇടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേ കയറും. ഈ കോളനിയിൽ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് എവിടുത്തെ കത്തിയെന്ന്? അല്ല, മോന്റെ പേരെന്താ? താനെ കത്തി ഒന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി എത്തി ഒരു കളി കളിക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി അച്ചു പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ.
ചേട്ടാ കീലേരി അച്ചു അയ്യോ എവിടെ? ഇപ്പൊ വഴിക്ക് പോയുള്ളൂ. ഏത് വഴിക്ക്? പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെ രംഗൂൺ ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു 10 മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി. അല്ല അതിപ്പോ കൂടുതലൊന്നും പറയണ്ട, മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ ചെല്ല്. അല്ല അല്ല അതെ അതെ ഇപ്പൊ പ്രൊഫസർ രംഗൂൺ വാലിയുടെ മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിനകത്തൊന്നുമില്ല. ശ്രദ്ധിച്ചു നോക്കൂ, അദ്ദേഹത്തിന് മാജിക് സ്റ്റിക്ക് അതിലൂടെ ഇടുന്നു. സൂക്ഷിച്ചു നോക്കൂ, ഒന്നുമില്ല. മറ്റൊരു പുഷ്പം, യാതൊന്നുമില്ല അതിനകത്ത്. സുഹൃത്തുക്കളെ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ. Yes. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ രംഗൂൺ വാല നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ്. അതെ, അപ്രത്യക്ഷയാകുന്ന സുന്ദരി. യെസ്, ദ വാനിഷിംഗ് ബ്യൂട്ടി. പല പല വേദികളിലും അവതരിപ്പിച്ച് കാണികളിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് പൊട്ടിച്ച ദ വാനിഷിംഗ് ബ്യൂട്ടി. ലോകത്തെ പല പല മജീഷ്യന്മാരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ദ വാനിഷിംഗ് ബ്യൂട്ടി. പ്രൊഫസർ രംഗൂൺ വാലയുടെ മാത്രം മാസ്റ്റർ പീസായ ദ വാനിഷിംഗ് ബ്യൂട്ടി. അതെ, നമ്മുടെ വാനിഷിംഗ് ബ്യൂട്ടി കൊച്ചു സുന്ദരി വേദിയിലേക്ക് മന്ദം മന്ദം കടന്നു വരികയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ പെട്ടി മാത്രമാണ്. ഇതിന് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ കുട്ടിയെ ഞാൻ പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹലോ, എന്താണ് അവിടെ പ്രശ്നം? ആരാണ് ഓടുന്നത്? പ്ലീസ്, ഹലോ, ശബ്ദമായിരിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പാവയല്ല, ഒരു കടലാസ് പൂവല്ല. ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു സാധാരണ പെൺകുട്ടി മാത്രമാണ്. ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ ഒരു പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കുകയില്ല. ഇതാ പ്രൊഫസർ രംഗൂൺ വാല പെട്ടി അടച്ചു കഴിഞ്ഞു. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതെ, ദ പ്രൊഫസർ രംഗൂൺ വാലയുടെ മാത്രമായ ദ വാനിഷിംഗ് ബ്യൂട്ടി. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. പ്ലീസ്. അബദ്ധമല്ല സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക്. ഒരു പെണ്ണിന് പകരം വേറൊരു പെണ്ണ്. എറിയരുത്, എറിയരുത്. എല്ലാവരും വിശപ്പിന് കല്ലുവെച്ചെറിയരുത്. പ്ലീസ്. പ്ലീസ്, ആരും എറിയരുത്. കട്ടണം, കട്ടണം പറ. അയ്യോ, അയ്യോ. നീ ഏതാടി? എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതെങ്കിലും അന്തകൻ അയച്ചാണോ നിന്നെ? ദ്രോഹി! രംഗൂൺ, എന്താ നീ കാണിച്ചത്? പെണ്ണുങ്ങളെ തല്ലിയിട്ടാണോ മിടുക്ക് കാണിക്കുന്നത്? എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ ആരെയും തല്ലും. ആണുങ്ങളെയും തല്ലും, പെണ്ണുങ്ങളെയും തല്ലും. പ്രൊഫസർ, എന്നാൽ ഇത് വളരെ മോശമായി പോയി. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പെട്ടിക്കകത്ത് പെട്ടത്. ഇത് പിന്നെ എങ്ങനെ കുട്ടി പറ്റിയത്? ചില ആളുകൾ എന്നെ പിടിക്കാൻ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഓടിയതാ. സ്റ്റേജിനടിയിൽ ഇരുട്ടത്തൂടെ നോക്കുമ്പോ ഒരു പെൺകുട്ടി താഴേക്ക് ഇറങ്ങുന്ന കണ്ടു. ശ്രീദേവി, ശ്രീദേവി. എന്നിട്ട് ആ വഴിയിലൂടെ ഞാൻ മേലോട്ട് കയറിയതാ. അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? അത് എന്തിനെങ്കിലും പിടിച്ചോട്ടെന്ന്. പിടിക്കാൻ പാകത്തിൽ നിന്ന് കൊടുക്കുന്ന ടൈപ്പാണ് ഇവളെന്ന് ആളുകൾക്ക് തോന്നിക്കാണും. രംഗൂൺ, ഏതായാലും പറ്റാനുള്ള പറ്റി. ആ കുട്ടി അടിച്ചുകൊണ്ട് അവമാനിച്ചോണ്ട് ഒരു കാര്യമില്ല. പറയൂ കുട്ടി, അവരെന്തിനാ കുട്ടിയെ പിടിക്കാൻ വന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്ത എന്നെ കെട്ടണമെന്നും പറഞ്ഞ് ഒത്തിരി നാളായി എന്റെ പുറകെ നടക്കുമായിരുന്നു. ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അയാളോട് തീർത്തു പറഞ്ഞു. ആ ദേഷ്യത്തിന് അയാളും അയാളുടെ ചില ആളുകളും ചേർന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പരിപാടിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. വീട്ടിലോട്ടും പോകാൻ പറ്റില്ല. എനിക്കാകെ പേടിയാവുന്നു. പേടിക്കാതിരിക്കും, കുട്ടിക്ക് ഞാനുണ്ട്. കുട്ടിക്ക് ആരുമില്ല, വരാനാ പറഞ്ഞത്. ഇവരിവിടെ തനിച്ചു വിട്ടിട്ടോ? ചേച്ചി തൽക്കാലം ഞങ്ങളോട് പോകുന്നുള്ളൂ. അതാണ് അതിന്റെ ശരി. വരുന്നുണ്ടോ? ഇന്ന് ശ്രീദേവിയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. രാജു,
എന്റെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന നിനക്ക് നല്ലത്. ആ ധൂമകേത് എവിടെങ്കിലും പോയി തൊലട്ടെ. ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ. പാവം, എന്തെങ്കിലും അപകടം പറ്റിയാൽ ഈ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട്. അവരെയൊക്കെ രക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. പ്രൊഫസർ, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ എനിക്ക് ഒരു കുഴപ്പമില്ല. ഏതായാലും ഊരും പേരും ഇല്ലാത്തവനില്ല ഞാൻ. ആ കുട്ടി ഉപേക്ഷിച്ച് പോരാ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. സോറി. രാജു, മാജിക് ഷോ പൊളിഞ്ഞപ്പോ മൂപ്പരാകെ തകർന്നുപോയി. ആളൊരു ശുദ്ധനാ. ആ പുള്ളി കുട്ടിയടിച്ചപ്പോ അതെന്തോ എന്റെ നെഞ്ചി കൊണ്ടതുപോലെ. പോന്നോളൂ. ആ പെൺകുട്ടിയുടെ വീട്ടിൽ സൗകര്യമുണ്ട്. വരൂ വരുന്നേ. തെങ്കുണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലെ കയറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാണ്ട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. ആ എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ടാ? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിലും നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പച്ചവറ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങി കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ, നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളും മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. ഛേ, കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നേ? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്? എന്തായാലും കൂടെ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? ഓഹോ, അപ്പൊ അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം. അല്ല, ഒന്ന് നിക്കണേ. ഇവിടെ എവിടെയോ ഒരു മെജിഷ്യൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പ്രൊഫസർ രംഗൂൺ വല. ബുക്കിങ്ങിനല്ലേ? വരൂ. അല്ല, ഒന്ന് കാണാനാ. ഓഹോ, വാ. അല്ല, വരുന്ന വഴി നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ? നല്ല ഉയരത്തിൽ വെളുത്ത് മെലിഞ്ഞിട്ട്. കണ്ടില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇവിടെ എവിടെ പോയി? ആ വാ. ഛേ, വരൂ വരൂ. ഏയ് സന്തോഷിക്കണ്ട, ബുക്കിങ്ങിന് വന്നവരല്ല. ആഹാ. ദാ ഇതാണ് പ്രൊഫസർ. ആ, ഞങ്ങൾ വന്നതേ ഇന്നലെ ഷോ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ? വന്നു. അവള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. എവിടെയാ അവള്? ഓ, അപ്പൊ നമ്മളായിരിക്കും അവളുടെ പുറകെ നടക്കുന്ന വില്ലൻ അല്ലേ? വില്ലനോ? ആ കുട്ടി എന്റെ ബന്ധുവാ. അപ്പോ ബന്ധുവില്ലൻ. മിസ്റ്റർ, തടി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം വിട്ടോ. എന്തിനാടോ തന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണെ താൻ കെട്ടാൻ നടക്കുന്നത്? അവളിപ്പോ ഇവിടെ ഉണ്ടോ? അവൾ അവക്ക് സൗകര്യമുള്ള സ്ഥലത്തുണ്ട്. പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പ്ലീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. ഓടോ, ആ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, വിട്ടുതരില്ല. വരട്ടെ വരട്ടെ. ആ കുട്ടി നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ അവള് കാരണം എന്റെ ഷോ പൊളിഞ്ഞു. ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു 1000 രൂപയും തന്നെ. അവൾ എവിടെ ഉണ്ടെന്ന് പറയൂ. രൂപ എന്നാ പറയാം. ഞങ്ങള് രൂപയൊന്നും കൊണ്ടുവന്നില്ല. എന്നാ നേരം കളയാതെ സ്ഥലം 1 ലക്ഷം രൂപ തന്നാല് ആ കുട്ടിയെ തന്റെ കൂടെ അയക്കില്ല. പോടോ പോടോ പോടോ. അവൾ എവിടെയുണ്ട്? ആ, എനിക്കറിയോ. ആളെ കാണാത്തോണ്ടല്ലേ അയക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ? ഒരു പെണ്ണിന്റെ പുറകെ കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങിക്കോളും. പെൺകോന്തൻ.
എന്നാലോ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ടാവും